ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്ത. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീജിത്ത്, ഷാഹിൻ, മനോജ്, നിതിൻ രാജ്, ജീവൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം തകർത്തതുൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഇവർ. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തു. വധശ്രമമടക്കം ഗുരുതരമായ 11 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. FIRന്റെ പകർപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഫാസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഹരി, ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കേസിൽ വധശ്രമമടക്കണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചു എന്നാണ് FIRൽ പറയുന്നത്. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. നേരത്തെ 2024 അറസ്റ്റ് ചെയ്തവർ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ EDക്കെതിരെ പ്രതിഷേധിച്ചവർ പോലും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ജാമ്യം കിട്ടുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. വടി, കല്ല്, ഇഷ്ടിക എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ്. വധശ്രമം അടക്കമാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്, അല്ലേ ഹരി? അരുൺ, തീർച്ചയായിട്ടും കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിഗുരുതരമായ 11 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വധശ്രമം മാത്രമല്ല, സാധാരണ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ലഹളയുണ്ടാക്കൽ എന്നുള്ള വകുപ്പാണ് ചുമത്താറുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഗുരുതര ലഹളയുണ്ടാക്കൽ എന്നുള്ള വളരെ ചുരുക്കം ചില ഘട്ടങ്ങളിൽ മാത്രം ചുമത്താറുള്ള വകുപ്പാണ്. ഗുരുതര ലഹളയുണ്ടാക്കൽ എന്നുള്ള വകുപ്പ് ചുമത്തിയിരിക്കുന്നു. 2 സംഘങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, അനധികൃതമായി തടഞ്ഞുവെക്കൽ, പരസ്യമായി അസഭ്യം പറയൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുസേവകനെ ആക്രമിക്കൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ എന്നിവ അടക്കം 11 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പൊതുമുദ്ര നശിപ്പിക്കുന്ന PDPP ആക്ട് അടക്കം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. FIRൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ആക്രമിച്ചത് എന്നുള്ളതാണ്. അതും ED ഉദ്യോഗസ്ഥരെ മാത്രമല്ല, വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർമാർ 3 പേർ, ഒപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥർ, കേരള പോലീസ്, ഇങ്ങനെ ഇവർക്ക് എല്ലാവർക്കും നേരെ ആക്രമണം, കയ്യിൽ മാരകായുധങ്ങളുമായി ആക്രമണം നടത്തി. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണത്തിന്റെ സ്വഭാവം മുഴുവനും എന്നുള്ളതാണ് FIRൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും അസിസ്റ്റന്റ് ഡയറക്ടറായി, കൊച്ചി എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി നോക്കുന്ന സനത് റെഡ്ഡിയെയും ദേഹോപദ്രവം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും കൊല്ലണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി കണ്ടാലറിയാവുന്ന 300ഓളം പേർ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതാണ് FIRൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥനെ അടിച്ച് കൈക്ക് പരിക്കേൽപ്പിച്ചു. കല്ലുകൊണ്ടെറിഞ്ഞ് കാർ ഓടിച്ച ഡ്രൈവറെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഇഷ്ടിക കൊണ്ടെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച സമയം പ്രതികളെ തടയാൻ ശ്രമിച്ച സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കേരള പോലീസിലെയും CRPFിലെയും ഉദ്യോഗസ്ഥരെ വടികളും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് 2 കാറുകൾ ഏറെക്കുറെ ചില്ലുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ഒരു കാറിന് ഭാഗികമായിട്ട് ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ 5 പേരുടെ അറസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 7 പേരെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിൽ 5 പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, ഷാഹിൻ, മനോജ്, നിതിൻ രാജ്, ജീവൻ എന്നീ DYFI പ്രവർത്തകരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ശ്രീജിത്തിനെ ആദ്യം നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശ്രീജിത്ത് DYFIയുടെ ഏരിയ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും അതിഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്തിയിരിക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് രാത്രിയിലും നാളെ പകലുമായി ഉണ്ടാകും. വധശ്രമം, ഗുരുതര ലഹളയുണ്ടാക്കൽ, 2 സംഘങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, അനധികൃതമായി തടഞ്ഞുവെക്കൽ, പരസ്യമായി അസഭ്യം പറയൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുസേവകനെ ആക്രമിക്കൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കൽ എന്നിങ്ങനെ ഗുരുതരമായ 11 വകുപ്പുകളാണ് കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ മ്യൂസിയം പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹരി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്.